Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്കിവിടെ കാണാം. എ റീസെറ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ, എ ഡി എസ്കലേഷൻ ഫോർ ദ വേൾഡ്. പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ് അല്ലേ. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസിൽ വരുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ US-ഉം ഇസ്രായേലും കൂടിയിട്ട് നമ്മുടെ ഇറാനെ ബോംബ് ചെയ്തു. ഇത് വെസ്റ്റ് ഏഷ്യയിലെ ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചിരിക്കുകയാണ്. അവിടെയുള്ള വേറെ ആ റീജിയനിലുള്ള മറ്റ് കൺട്രീസ്, അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യ ആണെന്നുണ്ടെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും വേൾഡ് പവേഴ്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരാരും ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ദേ ഡിഡ്ന്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇറാനുമായിട്ട് നമുക്കറിയാം, റഷ്യയ്ക്കും ചൈനയ്ക്കും കുറച്ച് എഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടി ദേ ഈദർ ക്വൈറ്റ്ലി എഗ്രീഡ് ഓർ സ്റ്റേഡ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. യൂറോപ്യൻ കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അവർ ഈ ഒരു അറ്റാക്കിന് എഗെയിൻസ്റ്റ് ആണെന്നൊക്കെ അവർ പറഞ്ഞു, വായുകൊണ്ട് പറഞ്ഞു. ബട്ട് ദർ വേർഡ്സ് ഡിഡ്ന്റ് ചേഞ്ച് എനിത്തിങ് അല്ലേ. ജസ്റ്റ് ലൈക്ക് ബിഫോർ വെൻ ദേ ഓഫൺ സേ തിങ്സ് ബട്ട് ഡോണ്ട് ടേക്ക് റിയൽ ആക്ഷൻ എന്നാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്കറിയാം, അതായത് ഇസ്രായേൽ എന്നുള്ളത് വെസ്റ്റ് ഏഷ്യയിൽ ഉള്ള ഒരേ ഒരു രാജ്യം, ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഇപ്പോൾ ഏകദേശം ഒന്ന് ഇവർക്ക് ന്യൂട്രലൈസ് ചെയ്തില്ല ഇവർ. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, ഒരിക്കലും ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയില്ല. US ആണെന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ തകർക്കുക എന്നുള്ളത് അത് ഇമ്പോസിബിൾ ആണ്. എന്തായാലും അത് തിരിച്ചു വരും. ഓക്കെ. അതേപോലെ ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെസ്റ്റ് ഏഷ്യ ഒരു ടോട്ടൽ റീജിയൻ്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ US-ൻ്റെ കയ്യിൽ ഏകദേശം 40,000-ഓളം ട്രൂപ്സ് ഉണ്ട് ആ ഒരു റീജിയനിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ. മുമ്പ് ഇറാൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഇപ്പം അതിൻ്റെ ഇറാൻ്റെ അകത്തുള്ള ചില പൊളിറ്റിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒന്ന് നൈസായിട്ട് ഇറാൻ ഒന്ന് വീക്ക് ആയതുപോലെയാണ്. ഓക്കെ. ഏർലിയർ ഇറാൻ വാസ് വെരി പവർഫുൾ ഇനഫ് ടു ബാലൻസ് ദി ഇസ്രായേൽ ആൻഡ് ദി US. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് കൺട്രീസ് ലൈക്ക് നമ്മുടെ സൗദി അറേബ്യ ആണെന്നുണ്ടെങ്കിലും UAE ആണെന്നുണ്ടെങ്കിലും ഇറാനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇറാൻ ഒരു കൗണ്ടർ ഫോഴ്സ് ആയിട്ടായിരുന്നു ഇവർ കണ്ടിരുന്നത് ഈ ഒരു ഇസ്രായേലിനും US-നും എതിരെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇറാൻ്റെ പവർ ഒന്ന് നൈസായിട്ട് കുറഞ്ഞതുകൊണ്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് US-നെയും ഇസ്രായേലിനെയുമാണ്, ഈവൺ ഇഫ് ഇറ്റ് മീൻസ് ഇഗ്നോറിങ് ഇഷ്യൂസ് ലൈക്ക് പാലസ്തീൻ. ഓക്കെ. ഇപ്പോൾ ഗൾഫ് കൺട്രീസിന് they started making peace and building strong ties with the Israel. ഗൾഫ് കൺട്രീസ് ഈ ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു ബന്ധം കുറച്ചും കൂടി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു പീസ് എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. ഓക്കെ. ദേ സ്റ്റാർട്ടഡ് മേക്കിംഗ് പീസ് ആൻഡ് ബിൽഡിംഗ് സ്ട്രോങ് ടൈസ് വിത്ത് ഇസ്രായേൽ, എസ്പെഷ്യലി ആ ഒരു എബ്രഹാം അക്കോർഡ്സിനൊക്കെ ശേഷം. എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് എഗ്രിമെന്റ്സ്, ഓക്കെ, ദാറ്റ് നോർമലൈസ്ഡ് ഓർ ഇംപ്രൂവ്ഡ് ദി ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് സെവറൽ അറബ് സ്റ്റേറ്റ്സ്. ഈ ഒരു എഗ്രിമെന്റ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇത് മീഡിയേറ്റ് ചെയ്തത് നമ്മുടെ US ആണ്. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ടൈമിലായിരുന്നു. ഇപ്പോഴത്തെ അല്ല, മുമ്പത്തെ സെപ്റ്റംബർ 2020 ആയിരുന്നു ഇത് സൈൻ ചെയ്തത്. ഇത് ഇനീഷ്യലി ഈ ഒരു എഗ്രിമെന്റ് ഇസ്രായേലും UAE-യും ബഹ്റിനും തമ്മിലായിരുന്നു. പിന്നീട് സുഡാനും മൊറോക്കോയും ദേ എഗ്രി ടു നോർമലൈസ് ദി റിലേഷൻഷിപ്പ് വിത്ത് ഇസ്രായേൽ. ഈ ഒരു അക്കോർഡിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണെന്ന് വെച്ചാൽ പീസും സെക്യൂരിറ്റിയും പ്രോസ്പെരിറ്റിയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിൽ. ഓക്കെ. ബൈ ഫോസ്റ്ററിംഗ് കോപ്പറേഷൻ ആൻഡ് ഡയലോഗ്. ഇതാണ് എബ്രഹാം അക്കോർഡ്സ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മെയിൻലി ഇത് ഈ ഒരു ഗൾഫ് കൺട്രീസ് ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഇറ്റ് ഈസ് മെയിൻലി ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ഇറാൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ US ആണെന്നുണ്ടെങ്കിലും ഇസ്രായേലിലാണെന്നുണ്ടെങ്കിലും ഇറാൻ്റെ അലയൻസിനെയും മലേഷ്യസിനെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അത് കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്, എസ്പെഷ്യലി ഇൻ പ്ലേസസ് ലൈക്ക് ലെബനൻ, സിറിയ ആൻഡ് ഗാസ. ഓക്കെ. ഇപ്പം ലെബനനിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഹെസ്ബോള ഉണ്ട്. ഓക്കെ. ആ ഒരു മിലിറ്റൻ ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ സിറിയയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് മിലിറ്റൻ ഗ്രൂപ്പ്സ് സിറിയയിൽ ഇപ്പോൾ ആക്റ്റീവാണ്. ഓക്കെ. എസ്പെഷ്യലി ആ ഒരു ആസാദ് റജീമിൻ്റെ ഫോളിന് ശേഷം വേറെ കുറച്ച് ആൾക്കാരും കൂടി അവിടെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ്സ്, അതായത് അഡീഷണലി വേരിയസ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. അവർക്കൊക്കെ ഈ അൽഖ്വയ്ദയായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. ഓക്കെ. പിന്നെ ഗാസയിൽ അറിയാലോ നമുക്ക് ഹമാസ് ഉണ്ട്. ഈ ഇറാൻ്റെ ഇങ്ങനത്തെ ഒരു പ്രോക്സി ഗ്രൂപ്പ്സുമായിട്ടുള്ള ടൈപ്പാണ് ഈ ഏറ്റവും കൂടുതൽ ഇവരെ US ആണെന്നുണ്ടെങ്കിലും ഇസ്രായേലിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇറാനെ ടാർഗറ്റ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഇവരുടെ ഇങ്ങനത്തെ ഈ അലൈസാണ്. ഓക്കെ. ഇതിലാകെ യമനിലുള്ള ഹൂതീസും അതേപോലെ ഇറാഖിലുള്ള ചില മലീഷ്യാസാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേ ആർ സ്റ്റിൽ റെസിസ്റ്റിംഗ് ദി അറ്റാക്ക് ബൈ US ആൻഡ് ഇസ്രായേൽ. ഇറാൻ ഇപ്പോൾ നമുക്കറിയാമല്ലോ US ബേസസ്, അതായത് ഇറാഖിലും ഖത്തറിലും ഉള്ള US-ൻ്റെ ബേസസിലോട്ട് മിസൈൽസ് ഫയർ ചെയ്തിരുന്നു അല്ല ഇറാൻ.
സോ ഇറാൻ പറഞ്ഞത് ഇതൊരു റെസ്പോൺസാണ്. ഓക്കെ, ഞങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റുകളിലോട്ട് നിങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചാക്രമിക്കുന്നത് എന്നാണ് നമ്മുടെ ഇറാൻ പറഞ്ഞത്. ബട്ട് ദിസ് റൈസസ് ദി ഡേഞ്ചർ ഓഫ് മോർ ഫൈറ്റിംഗ്. ആൻഡ് ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ ഫീൽസ് ദിസ് ഈസ് എ ഫൈറ്റ് ഫോർ ഇറ്റ് സർവൈവൽ അല്ലേ. സോ ഈ ഒരു ഗവൺമെൻറ്, അതായത് ഈ നമ്മുടെ US ആണെന്നുണ്ടെങ്കിലും ഇസ്രായേലാണെന്നുണ്ടെങ്കിലും ഇവർ ഈ മിസൈൽസൊക്കെ ഇറാനിലോട്ട് അയക്കുന്നതിന് പിന്നിൽ ഇവർക്ക് വേറെ കുറച്ച് പ്ലാനുകൾ കൂടിയുണ്ട്. ഓക്കെ, ആ ഒരു ഗവൺമെൻറ്റിന് വീഴ്ത്തുക എന്നുള്ളൊരു പ്ലാൻ കൂടിയുണ്ട്. ഓക്കെ, സോ Iran feels this is a fight for its survival and thinking the attack are part of a plan to destroy its government and its ideology. ടോട്ടലി ഗൾഫ് കൺട്രീസൊക്കെ ഇപ്പോൾ ഒന്ന് പേടിച്ചിരിക്കുകയാണ്. ഓക്കെ, ദേ ആർ നൗ വെറീഡ്. അതായത് നമ്മൾ പറഞ്ഞു ഇന്നലത്തെ ന്യൂസിൽ, ഇന്നലത്തെ ഹിന്ദു ഡീകോഡിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു, ഇറാഖിലും ലിബിയയിലും ഉണ്ടായതുപോലെ മുമ്പ് US ആക്രമിച്ചിട്ട് ഇറാഖിലാണെങ്കിലും ലിബിയയിലാണെന്നുണ്ടെങ്കിലും അവിടെ US വിജയിക്കാൻ കഴിഞ്ഞു. അതേപോലെ ഇവിടെ ഇറാനെതിരെ US വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറാൻ കൊളാപ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പിന്നീട് ഉണ്ടാവാൻ പോകുന്നത് ഇറ്റ് കുഡ് ലീഡ് ടു കെയോസ്. ഓക്കെ, ഇത് വേറെ ലെവലിലോട്ട് പോവും. ആ ഒരു റീജിയനിൽ ടെററിസം പിന്നെയും കൂടും. ഓക്കെ, ആ ഒരു റീജിയനിൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ആ ഒരു അക്രോസ് ദ റീജിയൻ അത് ഇൻസ്റ്റേബിൾ ആവും. ഓക്കെ, വിത്ത് മോർ ടെററിസം ആൻഡ് ഇൻസ്റ്റെബിലിറ്റി അക്രോസ് ദ റീജിയൻ. ഇതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസ്. സോ ഇതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ US ഒരു സീസ് ഫയർ വേണം എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു അല്ലേ. US സഡൻലി കോൾ ഫോർ എ സീസ് ഫയർ ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ. സോ ഇത് ഇറാൻ ഒരു ചാൻസ് കൊടുക്കുകയായിരുന്നു അല്ലേ, ടു സ്റ്റെപ്പ് ബാക്ക് വിതൗട്ട് ലൂസിങ് ഇറ്റ് സ്പേസ്. ആൻഡ് US നമ്മുടെ ഇസ്രായേലിനെ മേലെ ആ ഒരു പ്രഷർ ചെലുത്തിയിരുന്നു. ബിക്കോസ് ആ ഒരു റീജിയൻ കംപ്ലീറ്റ്ലി ഇത് കയ്യിൽ നിന്ന് പോണ പോലെ ആയി, വാസ് ഗെറ്റിംഗ് ടു ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മേലെയും US പ്രഷർ വെച്ചിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു പോസ് വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് പോസ് ഇൻ ഫൈറ്റിംഗ് മൈറ്റ് ലീഡ് ടു ടോക്ക് അഗെയിൻ ഓൺ ഇറാൻസ് ന്യൂക്ലിയർ ഡീൽ. ഇനി അത് ഗൾഫ് കൺട്രീസൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഗൾഫ് കൺട്രീസൊക്കെ ഇറാൻ്റെ അടുത്ത് എന്തായാലും പറയും സമാധാനമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേറൊരു സീനിലോട്ട് പോകും. ടു അവോയ്ഡ് മോർ കെയോസ് ഇൻ ദ റീജിയൻ, ഗൾഫ് കൺട്രീസ് ഷുഡ് നൗ സപ്പോർട്ട് ഇറാൻ. സോ ഇറാൻ വീക്കായതോട് കൂടിയിട്ട് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇറാൻ ഇപ്പോൾ വീക്കായപ്പോൾ, ഇറാൻ ആയിരുന്നല്ലോ പലസ്തീനെതിരെ ആ ഒരു പലസ്തീൻ ഇഷ്യൂ, ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് ഇറാൻ തന്നെയായിരുന്നു. ഇറാൻ വീക്കായപ്പോൾ നമ്മുടെ ഇസ്രായേലിലെ PM ആയിട്ടുള്ള നെതന്യാഹു he may try to take over more land in Gaza. ഓക്കെ, ആൻഡ് ആ ഒരു വെസ്റ്റ് ബാങ്കിലൊക്കെ ഇനിയും ഇയാൾ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കും. ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ടു എക്സ്പാൻഡ് ഇസ്രായേൽ. അതിനെ ഇസ്രായേലിൽ പറയുന്നത് എന്താണ്, എറത്സ് ഇസ്രായേൽ, അങ്ങനെ എന്തോ ആയിരുന്നു പുള്ളിയുടെ അതിനെ പറയുന്ന പേര്. എറത്സ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നാണ്. സോ പലസ്തീനിയൻസിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗാസയിൽ നിന്ന് ആ ഒരു എസ്പെഷ്യലി വെസ്റ്റ് ബാങ്ക് ഏരിയ എന്നൊക്കെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നെതന്യാഹു ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ, പിന്നെ 2026 US കുറച്ച് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഏകദേശം സ്ഥലങ്ങളൊക്കെ നെതന്യാഹു പിടിച്ചെടുക്കും. ഇതിങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പലസ്തീൻസിന് അവരുടെ റൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. ഓക്കെ, ആൻഡ് ദ ഏരിയ മേ ടേൺ ഇൻ ടു എ സിസ്റ്റം വേർ ഇസ്രായേലീസ് ഹാവ് ഫുൾ റൈറ്റ് ബട്ട് പലസ്തീൻസ് ഡോണ്ട്. ഓക്കെ, ഇനി അവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു വർഗീയ വിവേചനമാണ് കംപ്ലീറ്റ്ലി. ഓക്കെ, അതുകൊണ്ട് ഡെമോക്രസി ഒന്നും ഇല്ല, അതൊന്നും ആലോചിക്കുകയേ വേണ്ട. ജനാധിപത്യമൊക്കെ പോയി. ജനാധിപത്യത്തിന് പകരമായിട്ട് ഇനി അവിടെ വരുന്ന ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ്, ഒരു വർഗീയ വിവേചനമായിരിക്കും ഇനി അങ്ങോട്ട് പലസ്തീൻസ് നേരിടേണ്ടി വരിക. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഏകദേശം നല്ല രീതിക്ക് ആ ഒരു ശബ്ദം ഉയർത്തിയത് ഇറാനാണ്. ഓക്കെ, ബാക്കി ഗൾഫ് കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഏകദേശം ഒരു മൗനമായിട്ട് നിൽക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. ഓക്കെ, മോസ്റ്റ്ലി ദേ വർ സ്റ്റേയിങ് ക്വയറ്റ്. സോ അവർ ഇസ്രായേലുമായിട്ടുള്ള ട്രേഡിലും പീസിലുമാണ് അവർ ചൂസ് ചെയ്തത്, പീസും ട്രേഡുമാണ് ഇസ്രായേലുമായിട്ട്. ഓക്കെ, ഇസ്രായേലിന് ഒരിക്കലും പിണക്കാൻ കഴിയില്ല അവിടെ. സോ ചൂസിങ് പീസ് ആൻഡ് ട്രേഡ് വിത്ത് ഇസ്രായേൽ ഓവർ സ്റ്റാൻഡിങ് അപ്പ് ഫോർ പാലസ്തീൻ. സോ ഇവരുടെ ഈ ഒരു സൈലൻസ് ഒരുപാട് കാലം എന്തായാലും നിൽക്കില്ല. ഈ ഒരു പലസ്തീൻ്റെ ഇഷ്യൂ എത്രത്തോളം ഇഗ്നോർ ചെയ്യുന്നോ അത് ഭാവിയിൽ എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാക്കും. സോ നമുക്കിനി ഇതിലുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസോടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നോർമലി, അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു സൈഡ് എടുത്തിട്ടില്ല. ഓക്കെ, ഇന്ത്യ ഹാസ് നോട്ട് ടേക്കൺ എനി സൈഡ്സ് ഇൻ ദി ഇസ്രായേൽ-ഇറാൻ കോൺഫ്ലിക്റ്റ്. എന്തായാലും ചെറുതായിട്ട് നമ്മളൊരു ഇസ്രായേലിൽ നിന്ന് സപ്പോർട്ട് ചെയ്തില്ല എന്ന പോലെയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ PM പറഞ്ഞത്.
and it is following its usual policy of not getting directly involved in other countries' wars. അല്ലേ, വേറെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാർ നടക്കുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു യൂഷ്വൽ പോളിസിയാണ്. ഓക്കെ, നമുക്ക് രണ്ട് സൈഡുമായിട്ടും വളരെ നല്ലൊരു റിലേഷൻ വേണം. ഓക്കെ, ഇന്ത്യ വാണ്ട്സ് ടു കീപ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ബോത്ത് കൺട്രീസ്. ഇസ്രായേലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസിലാണെങ്കിലും ടെക്നോളജിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും വളരെ കീ പാർട്ട്ണറാണ് ഇസ്രായേലിലെ. ഇറാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇറാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചബഹാർ പോർട്ട് ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു ചബഹാർ പോർട്ടാണ് ഇറ്റ് ഈസ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ. ബിക്കോസ് നമുക്ക് ഒരു ഡയറക്റ്റ് ട്രേഡ് റൂട്ട് കിട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടും അതേപോലെ സെൻട്രൽ ഏഷ്യയിലോട്ടും. ഓക്കെ, നമുക്ക് പാകിസ്ഥാനും ബൈപ്പാസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഈ ഒരു ആക്സസ് ഇന്ത്യക്ക് വളരെ ക്രൂഷ്യലാണ് ഫോർ റീജിയണൽ കണക്ടിവിറ്റി ആൻഡ് എക്കണോമിക് അംബീഷൻസ്. ഓൾസോ നമുക്ക് ആ ഒരു ചൈനയുടെ ആ ഒരു ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും ആ ഒരു റീജിയനിൽ, ആൻഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. സോ മെയിനായിട്ട് ചബഹാർ പോർട്ട് ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്നത് ആ ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ടാണ്. അഫ്ഗാനിസ്ഥാനിലോട്ട് എത്താനുള്ളൊരു ഓൾട്ടർനേറ്റീവ് റൂട്ടാണ്, അതേപോലെ സെൻട്രൽ ഏഷ്യയിലോട്ടും. സോ നമുക്ക് പാകിസ്ഥാനെ ഒരുപാട് റിലേ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ചൈനയുടെ ആക്ടിവിറ്റീസിനൊക്കെ, എസ്പെഷ്യലി ആ പേർഷ്യൻ ഗൾഫിലുള്ള നമ്മുടെ ചൈനയുടെ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഈ പോർട്ട് വെച്ചിട്ട്. ആൻഡ് പൊട്ടൻഷ്യലി നമുക്ക് ആ ഒരു ചൈനയ്ക്ക് അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഒക്കെ ഉണ്ട്. സോ അതിനെയൊക്കെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാം, അതേപോലെ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്യാം, റീജിയണൽ കണക്ടിവിറ്റി സെറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചബഹാർ പോർട്ട്. അതുകൊണ്ട് ഇറാനെ നമുക്ക് ഒരിക്കലും പിണക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇന്ത്യ ഗേവ് എ കാം ആൻഡ് ന്യൂട്രൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ആൻഡ് നമ്മൾ പറഞ്ഞു ഇരു രാജ്യങ്ങളും ആ ഒരു ടെൻഷൻ റെഡ്യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ദിസ് ഈസ് സിമിലർ ടു ഹൗ ഇന്ത്യ റെസ്പോണ്ടഡ് ഡ്യൂറിങ് ദി ഓപ്പറേഷൻ സിന്ധൂർ അല്ലേ. സോ ഇന്ത്യയുടെ മെസ്സേജ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ പറയുന്നത് നമ്മളാരെയും ഡയറക്റ്റായിട്ട് നെയിം ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ദ വേൾഡ് ഓഫൺ ട്രീറ്റ്സ് ബോത്ത് ദി അറ്റാക്കർ ആൻഡ് ദ വിക്ടിം ആസ് ഇഫ് ദേ ആർ ഈക്വൽ. ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായ ടൈമിൽ ലോകം കണ്ടതും, എസ്പെഷ്യലി നമ്മുടെ ട്രംപൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇന്ത്യനെയും പാകിസ്ഥാനെയും പുള്ളി ഒരു സെയിം രീതിയിലാണ് കമ്പയർ ചെയ്തത്. ഓക്കെ, സോ ഇന്ത്യ പറഞ്ഞത് ലോകം നോർമലി ഈ ഒരു അറ്റാക്കറെയും വിക്ടിമിനെയും നോക്കിക്കാണുന്നത് ഒരേ രീതിയിലാണ്. ഓക്കെ, ആസ് ഇഫ് ദേ ആർ ഈക്വൽ, ജസ്റ്റ് ടു സ്റ്റോപ്പ് ദി ഫൈറ്റിംഗ്. ഓക്കെ, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ മറക്കുന്നത് ആരാണ് ഇവിടെ ശരി, ആരാണ് ഇവിടെ തെറ്റ് എന്നുള്ള കാര്യം അവർ മറന്നു പോവുകയാണ്. ആൻഡ് ദേ ആർ ഇഗ്നോറിങ് ജസ്റ്റിസ്, ഫെയർനെസ്, ഓർ ഹൂ ആക്ച്വലി ബ്രോക്ക് ദ റൂൾസ് എന്നുള്ള കാര്യം ഇവർ മറന്നു പോകുക എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. So we'll move on to our next news. That is the need for gender equity in urban bureaucracy. ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്, ഒരു ഗവർണൻസിൽ വരുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഗവൺമെൻറ്റ്സ്, നമ്മുടെ ഒരു ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ഗവർണൻസ് ഒക്കെ ഇല്ലേ, അതിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഒരു അർബണൈസേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, 2050 കൂടിയിട്ട് കണക്കുകൾ പ്രകാരം ഏകദേശം 800 മില്യൺ ആൾക്കാർ സിറ്റീസിലോട്ട് താമസം മാറ്റും. ഓക്കെ, ഹാഫ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ഇനി സിറ്റീസിലായിരിക്കും ജീവിക്കാൻ പോകുന്നത്. ദിസ് മീൻസ് ഇന്ത്യ വിൽ ബിക്കം ദ വേൾഡ്സ് ലാർജസ്റ്റ് അർബണൈസിങ് കൺട്രി. ഓക്കെ, പിന്നെ നമുക്കറിയാം 73rd ഉം 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് ലോക്കൽ ബോഡീസിന് കൂടുതൽ പവർ കൊടുത്തത്. ലൈക്ക് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റീസിനൊക്കെ കൂടുതൽ പവർ കൊടുത്തത്. ദേ ഗേവ് മോർ പവർ ടു ദ ലോക്കൽ ബോഡീസ്. 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. സോ ഈ അമെൻമെൻറ്റ് വേറെ റിസർവേഷൻ്റെ ഒരു കാര്യം കൂടി മാൻഡേറ്ററി ആക്കിയിരുന്നു. അതായത് അറ്റ്ലീസ്റ്റ് 33% സീറ്റുകൾ വിമന് കൊടുക്കുക ലോക്കൽ ഇലക്ഷൻസിൽ. ഒരുപാട് സ്റ്റേറ്റുകൾ അത് 50%-ലേക്കൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 46% ലോക്കൽ ലീഡേഴ്സ് വിമനാണ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റെപ്പ് ഫോർ വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്സ് അല്ലേ. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈവൻ ദോ മോർ വിമൻ ആർ എലക്റ്റഡ്, ഈ ടെക്നിക്കൽ അതേപോലെ ഒരു ഡിസിഷൻ മേക്കിംഗ് റോൾസിലൊക്കെ ഇപ്പോഴും ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മെയിൽ ഡോമിനൻസ് ആണ്. ഓക്കെ, ഈ പ്ലാനേഴ്സും അതേപോലെ പോലീസ് ഓഫീസേഴ്സും എൻജിനീയേഴ്സും ഒക്കെ കൂടുതലും മെന്നാണ്. ഓക്കെ, സോ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജെൻഡർ ഗ്യാപ്പാണല്ലേ ഇൻ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പ്ലാനിങ്. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യ ഇപ്പോൾ ഒരുപാട് അർബൺ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക്
ഈ ട്രാൻസ്പോർട്ട്, അതേപോലെ ഹൗസിംഗ്, സേഫ്റ്റി, ഇവിടെയൊക്കെ അർബൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി ബ്യൂറോക്രസിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ cities may not be inclusive or safe for women, അല്ലേ? ഒരു ട്രൂലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇതാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ വുമൺ മസ്റ്റ് ഓൾസോ ബി പാർട്ട് ഓഫ് ദ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അല്ലാണ്ട് വെറുതെ എലക്ഷൻ ജയിച്ച് ഒരു പൊസിഷൻ കൊടുത്ത് ഇരുത്തതല്ലാതെ അവരെ കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അല്ലേ? ദേ മസ്റ്റ് ബി ഓൾസോ പാർട്ട് ഓഫ് ദ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, നോട്ട് ജസ്റ്റ് ഇലക്റ്റഡ് പൊസിഷൻസ്. അതേപോലെ അർബൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ കുറഞ്ഞ ഫീമെയിൽ റെപ്രസെൻറ്റേഷനാണ്. 2022 കണക്ക് പ്രകാരം ഓൺലി 20% ഓഫ് ദ IAS ഓഫീസേഴ്സ് വർ വുമൻ. ഓക്കെ, അർബൻ ജോബ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാനിങ്, ട്രാൻസ്പോർട്ട്, എഞ്ചിനീയറിംഗ്, ഇവിടെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജ് പിന്നെയും താഴോട്ടാണ്. പോലീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓവറോൾ പോലീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൽ വിമൻ വരുന്നത് അവരുടെ പെർസെൻറ്റേജ് 11.7% ആണ്. ഓക്കെ, എന്നാൽ കൂടി ഫീൽഡ് റോൾസ് ഒന്നും വിമന് കൊടുക്കുന്നില്ല. അവർ ഒരു ഓഫൺ ദേ ആർ ഗിവൺ ഡെസ്ക് ജോബ്സ് ആൻഡ് ഓൾ. പിന്നെ നമുക്കറിയാം വുമൺ ആണ് ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പയർ ചെയ്യുന്ന സമയത്ത് മെന്നിനേക്കാളും വിമനാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓഫൺ അവരുടെ ആ ഒരു ട്രാവൽ ഇറ്റ് ഈസ് ഓഫൺ മൾട്ടി സ്റ്റോപ്പ്. ഓക്കെ, ചിലർ ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ സ്കൂൾ പിക്കപ്സ്, കെയർ ഗീവിങ് എക്സെട്ര. പക്ഷേ ഈ ഒരു സിറ്റി ട്രാൻസ്പോർട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻഡ് കീപ്പിംഗ് ദെയർ നീഡ്സ് ഇൻ മൈൻഡ്. ഓക്കെ, അവരുടെ ആ ഒരു നീഡുകളെ മനസ്സിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ ഈ ഒരു സിറ്റി ട്രാൻസ്പോർട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അർബൻ പ്ലാനിങ് ഇറ്റ് ഫെയിൽസ് വുമൻ. ഓക്കെ, സിറ്റീസ് ഫോക്കസ് ചെയ്യുന്നത് ബിഗ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിലാണ്, ലൈക്ക് ഹൈവേസ്, ഫ്ലൈ ഓവേഴ്സ് ആൻഡ് ഓൾ. നൈബർഹുഡ് സേഫ്റ്റിയിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലേ? പിന്നെ സ്ട്രീറ്റിലോട്ട് നമ്മൾ പറഞ്ഞില്ലേ, പബ്ലിക് സ്പേസ് ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്, അതേപോലെ പബ്ലിക് സ്പേസസ് അത് യൂസ് ചെയ്യുന്നത് വിമൻ. അവർ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്താത്ത അവസ്ഥയാണ് പകുതിയോളം ഇന്ത്യയിലുള്ള സിറ്റീസിലുള്ളത്. രാത്രി ടൈമിൽ ഈ ലൈറ്റ്നിങ്, അതേപോലെ ഫുട് പാത്തിൻ്റെ ഒക്കെ കാര്യം വളരെ മോശമാണ്. സോ ദിസ് ഇഗ്നോസ് ദി എവറിഡേ നീഡ്സ് ഓഫ് വിമൻ, അല്ലേ, ഹു റിലേ മോർ ഓൺ വാക്കിംഗ് ആൻഡ് പബ്ലിക് സ്പേസസ്. പിന്നെ പബ്ലിക് സേഫ്റ്റി ഇഷ്യൂസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2019 ഒരു സേഫ്റ്റി പിൻ, ഇതൊരു ആപ്പാണ് കേട്ടോ, ദാറ്റ് മാപ്സ് സേഫ്റ്റി ഇൻ സിറ്റീസ്. സോ അതിൻ്റെ 2019 ഒരു ഓഡിറ്റ് പ്രകാരം 60% പബ്ലിക് സ്പേസസ്, ഓക്കെ, 50 സിറ്റീസിൽ, ഇന്ത്യയിലെ 50 സിറ്റീസിൽ 60% പബ്ലിക് സ്പേസസ് അവിടെ വെളിച്ചമില്ല. ഓക്കെ, ദേ വർ പുവർലി ലിറ്റ് എന്ന് വേണം പറയാൻ. ബിക്കോസ് വെരി ഫ്യൂ വുമൺ ആർ ഇൻ പോലീസിങ്. ഓക്കെ, പോലീസിങ്ങിൽ വളരെ കുറച്ച് വിമനേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, കൂടുതൽ ആൾക്കാർക്ക് ഡെസ്ക് ജോബ് ഒക്കെയാണ് കൊടുക്കുന്നത്. സോ മെനി സേഫ്റ്റി പ്രോഗ്രാംസ് മീൻസ് റിയൽ വിമൻസ് കൺസേൺസ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആൻഡ് എന്തുകൊണ്ടാണ് വൈ വിമൻ ഇൻ ലീഡർഷിപ്പ് മാറ്റേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ, വിമൻ ഓഫീസേഴ്സ് ഓഫൺ അവർ ഫോക്കസ് ചെയ്യുന്നത് വാട്ടറിലും, ഹെൽത്തിലും, സാനിറ്റേഷനിലും, സേഫ്റ്റിയിലും ഒക്കെയാണ്, അല്ലേ? സോ അത് വളരെ നല്ലതാണ്. ആൻഡ് അവരുടെ ലീഡർഷിപ്പ് ആ ഒരു കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ആൻഡ് പോളിസീസൊക്കെ ഇൻക്ലൂസീവ് ആണോ, അത് പീപ്പിൾ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്താൻ വിമൻ ലീഡേഴ്സിന് സാധിക്കും. ദേ എൻഷുർ പോളിസീസ് ആർ മോർ ഇൻക്ലൂസീവ് ആൻഡ് പീപ്പിൾ ഫ്രണ്ട്ലി. പിന്നെ ഗവർണൻസിലൊക്കെ ഉള്ളൊരു ജെൻഡർ ബാലൻസ്, ഓക്കെ, അത് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് അത് ലീഡ് ചെയ്യുന്നത് ഒരു ബെറ്റർ അർബൻ പ്ലാനിങ്ങിലോട്ടായിരിക്കും, അല്ലേ? ഈ ഒരു ജെൻഡർ ബാലൻസ്ഡ് ഗവർണൻസ് ഇറ്റ് ഓഫൻ ലീഡ്സ് ടു ബെറ്റർ അർബൻ പ്ലാനിങ് ഫോർ എവ്രി വൺ. സോ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ സിറ്റീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സിറ്റീസ് വെറും ഒരു GDP ഡ്രൈവ് ചെയ്യാനുള്ളൊരു സ്ഥലം മാത്രമാക്കിയിട്ട് മാറ്റരുത്, അല്ലേ? സിറ്റീസ് ഷുഡ് നോട്ട് ഓൺലി ഡ്രൈവ് GDP. അത് ഇറ്റ് ഷുഡ് ഓൾസോ ബിക്കം ദി സെൻറ്റേഴ്സ് ഫോർ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഡെവലപ്മെൻറ്റ് എല്ലാവരെയും ബെനിഫിറ്റ് ചെയ്യണം, അല്ലേ? അല്ലാതെ റിച്ചും പവർഫുള്ളായ ആൾക്കാരെ മാത്രമല്ല, എല്ലാവർക്കും ഡെവലപ്മെൻറ്റ് ബെനിഫിറ്റ് ആവണം. ഓക്കെ, പിന്നെ അർബൻ പ്ലാനിങ്ങിലുള്ള ജെൻഡറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് മേക്ക് ഇറ്റ് മാൻഡേറ്ററി. പ്ലാനിങ്ങിൻ്റെ എല്ലാ സ്റ്റേജിലും ഈ ഒരു ജെൻഡർ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നമുക്കവിടെ ജെൻഡർ ഓഡിറ്റ് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? അതായത് ഈ എന്തെങ്കിലും പോളിസീസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വിമന് ബെനിഫിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ ജെൻഡർ ഓഡിറ്റ്സ് സഹായിക്കും. അതേപോലെ ഈ പാർട്ടിസിപ്പേറ്ററി ബജറ്റിംഗ്. സോ കമ്മ്യൂണിറ്റീസ് ദേ ഹെൽപ്സ് ടു ഡിസൈഡ് ഹൗ ഫണ്ട്സ് ആർ സ്പെൻഡ്.
പിന്നെ പെർഫോമൻസ് ലിങ്ക്ഡ് റിവ്യൂസ്, അതായത് ടു ചെക്ക് ഇഫ് ജെൻഡർ ഗോൾസ് ആർ മെറ്റ് എന്ന് നോക്കാൻ അത് സഹായിക്കും. സോ ഇത് എന്തായാലും മാൻഡേറ്ററി ആക്കിയിരിക്കണം, പ്രത്യേകിച്ച് അർബൻ ലോക്കൽ ബോഡീസിൽ ഇത് എന്തായാലും മാൻഡേറ്ററി ആക്കിയിരിക്കണം. പിന്നെ ഈ ഒരു ജെൻഡർ റെസ്പോൺസീവ് ബജറ്റിംഗ് GRB. സോ ഈ ഒരു ജെൻഡർ റെസ്പോൺസീവ് ബജറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ബൈ ഇൻറ്റഗ്രേറ്റിംഗ് എ ജെൻഡർ പെർസ്പെക്റ്റീവ് ഇൻ ടു ഓൾ ലെവൽസ് ഓഫ് ബജറ്ററി പ്രോസസ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഗവൺമെൻറ് റവന്യൂ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അതായത് വിമനും മെന്നിനും ആ ഒരു എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് അസസിങ് ഹൗ ഗവൺമെൻറ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ എഫക്റ്റ് വിമൻ ആൻഡ് മെൻ. പിന്നെ ആ ഒരു ബജറ്റ് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഇതിനനുസരിച്ചിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യുക, ആ ഒരു ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഈ ഒരു GRB എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സിറ്റീസിലും. അക്രോസ് സിറ്റീസ് ഈ ഒരു GRB ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ചെറിയ സിറ്റീസും ടൗൺസും ദേ ഓഫൺ ലാക്സ് ദി സിസ്റ്റം ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ് ടു ഇംപ്ലിമെൻറ്റ് GRB അല്ലേ. സോ നമുക്ക് വേണ്ടത് ട്രെയിനിങ് പ്രോഗ്രാംസ് വേണം, അവിടെ റിഫോംസ് കൊണ്ടുവരണം, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കൊണ്ടുവരണം, സപ്പോർട്ട് സിസ്റ്റം ഇറ്റ് ഷുഡ് ഹെൽപ്പ് ലോക്കൽ ബോഡീസ് ടു മേക്ക് ജെൻഡർ സെൻസിറ്റീവ് ഡിസിഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, വിമന് പൊസിഷൻ കൊടുത്താൽ മാത്രം പോരാ. ജസ്റ്റ് ഹാവിങ് വിമൻ ഇൻ പൊസിഷൻ ഈസ് നോട്ട് ഇനഫ്. അവർക്ക് വേണ്ടത് ആക്ച്വൽ പവറാണ്, ഡിസിഷൻ മേക്കിംഗ് റോൾസ് ആണ് ടു ചേഞ്ച് പോളിസീസ് ആൻഡ് പ്രയോറിറ്റീസ്. സോ ദിസ് ഈസ് അബൌട്ട് ബ്രേക്കിംഗ് ദി ഗ്ലാസ് സീലിംഗ് in governance. Okay, so instead of making policies for women, involve them directly in shaping those policies. അപ്പോൾ സിറ്റീസൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം ഒരു വുമൻസ് റിയൽ എക്സ്പീരിയൻസ് നമ്മൾ നോക്കണം. അത് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ സിറ്റീസ് ഡിസൈൻ ചെയ്യാൻ. സോ അതായിരിക്കും ഇറ്റ് വിൽ മേക്ക് ബെറ്റർ ഫോർ എവ്രി വൺ അല്ലേ. അത് കുറച്ചും കൂടി സേഫ് ആയിരിക്കും, ഹെൽത്തിയർ ആയിരിക്കും, മോർ ആക്സസിബിൾ ആയിരിക്കും. ഇതിലുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീയാണ്, കേരളത്തിലുള്ള കുടുംബശ്രീ. സോ ഇത് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണല്ലേ ഫോർ ഇൻക്ലൂസീവ് അർബൻ ഗവർണൻസ്. ഇത് ഇറ്റ് എംപവേഴ്സ് വിമൻ ത്രൂ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്സ്. അതേപോലെ ലൈവ്ലിഹുഡ് പ്രൊമോട്ട് ചെയ്യും, സെൽഫ് ഹെൽപ്പ് പ്രൊമോട്ട് ചെയ്യും, ലോക്കൽ ഗവർണൻസിലുള്ള പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, എ സ്കെയിലബിൾ മോഡൽ ഫോർ അതർ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് US heavy duty attack on Iran's nuke sites. സോ ഇത് പ്രിലിംസിൽ നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്, എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. സോ നമുക്കറിയാമല്ലോ ജൂൺ 21 നമ്മുടെ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു US ഇറാൻ്റെ 3 ന്യൂക്ലിയർ സൈറ്റ്സിനെ അറ്റാക്ക് ചെയ്തു, ഫോർഡോ, നേറ്റൻസ് ആൻഡ് ഇസ്ഫാൻ. സോ പുള്ളി പറഞ്ഞത് ഈ ഒരു അറ്റാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പുള്ളി പറഞ്ഞത്. ആൻഡ് ഹി കോൾഡ് ഇറ്റ് ആസ് എ വെരി ബിഗ് മിലിറ്ററി സക്സസ്. ആൻഡ് ഈ ഒരു മിഷന് പുള്ളി പേരിട്ടത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ബൈ ദി US മിലിറ്ററി ഗ്രൂപ്പ് കോൾഡ് സെൻകോം. ഈ ഒരു സെൻകോം എന്നുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡാണ്. ഓക്കെ, ഇവരാണ് ഈ ഒരു അതായത് US-ൻ്റെ ഇൻട്രസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ടു പ്രൊമോട്ട് US ഇൻട്രസ്റ്റ് ഇൻ 20 നേഷൻസ്, മിഡിൽ ഈസ്റ്റിലും സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും, അതേപോലെ അതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിക് വാട്ടർ വേസിലൊക്കെ US-ൻ്റെ ഇൻട്രസ്റ്റുകളെ അതേപോലെ അവരുടെ ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു US സെൻട്രൽ കമാൻഡ് എന്നുള്ളത് ഇവരാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. സ്റ്റെൽത്ത് ബോംബേഴ്സാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഡിറ്റക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങൾക്ക്. നമുക്കറിയാമല്ലോ ഇറാൻ്റെ എയർ സ്പേസിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ റഡാറുകൾ ആക്റ്റീവ് ആവും. റഡാർ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ. സോ സ്പെഷ്യൽ സ്റ്റെൽത്ത് ബോംബേഴ്സ് യൂസ് ചെയ്തു. B2 സ്പിരിറ്റ് എന്ന് പറയുന്നൊരു സാധനമാണ് യൂസ് ചെയ്തത്. ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇത് ഭീകരമായിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ആൻഡ് ഇവർ ഡ്രോപ്പ് ചെയ്ത ബോംബ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ബോംബ്സാണ്. GBU-57 MOPs. ഫോർദോ സൈറ്റിൻ്റെ മേലേക്ക് ഇട്ടത് ഈ സാധനമാണ്. ഓക്കെ, ഈ ഫോർദോ ആണ് നമ്മൾ പറഞ്ഞില്ലേ മലയുടെ ഉള്ളിലൊക്കെ നമുക്ക് പരന്ന് കിടക്കണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഇമേജ് ഒന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു സീനാണത്. സോ വിച്ച് ഈസ് വെരി ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ഹാർഡ് ടു ഡിസ്ട്രോയ്. പിന്നെ ഇറാനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ഫേക്ക് പ്ലെയിൻസൊക്കെ വേറെ ഡയറക്ഷനിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, ഈ റഡാറുകളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ടോട്ടല് B2 ബോംബേഴ്സ് 7 B2 ബോംബേഴ്സ്
37 മണിക്കൂറോളം ഫ്ലൂ ചെയ്തു എന്നാണ് പറയുന്നത്. ഇറാൻ്റെ സ്പേസ് മേലെ ആകാശത്ത് 37 മണിക്കൂറോളം 7 B2 ബോംബേഴ്സ് ഫ്ലൂ ചെയ്തു. B2 ബോംബേഴ്സിനെ പറ്റി പറയാം കേട്ടോ, ഞാൻ അത് പറയാം. ആൻഡ് 14ഓളം പവർഫുൾ ആയിട്ടുള്ള ബോംബുകളാണ് ഇവർ വിക്ഷേപിച്ചത്. സോ US സീക്രറ്റ്ലി യൂസ്ഡ് അഡ്വാൻസ്ഡ് പ്ലെയിൻസ് ആൻഡ് ബോംബ്സ് ടു ഡിസ്ട്രോയ് ഇറാൻസ് കീ ന്യൂക്ലിയർ സൈറ്റ്സ് ഇൻ എ കെയർഫുൾ പ്ലാൻഡ് എയർ സ്ട്രൈക്ക്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ US സബ്മറൈനും കൂടി ഈ ഒരു അറ്റാക്കിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ, അത് ഏകദേശം ഒരു 24ഓളം ടോം ഹോക്ക് മിസൈൽസ് ഇസ്ഫാൻ, അതൊരു ന്യൂക്ലിയർ സൈറ്റ് ആണല്ലോ, 3 ന്യൂക്ലിയർ സൈറ്റ് നമ്മൾ പറഞ്ഞല്ലോ. സോ ഇസ്ഫാൻ ആ ഒരു ന്യൂക്ലിയർ സൈറ്റിലോട്ട് 24 ടോം ഹോക്ക് മിസൈൽസ് അയച്ചിട്ടുണ്ടായിരുന്നു US സബ്മറൈൻ. ഓക്കെ, സോ ടോട്ടൽ കണക്കെടുക്കുന്ന സമയത്ത് ടോട്ടൽ ആ ഒരു പ്രിസിഷൻ വെപ്പൺസ് യൂസ്ഡ് ഈസ് ഇൻ ദി ഓപ്പറേഷൻ ഈസ് അറൌണ്ട് 75. ഓക്കെ, റിപ്പോർട്ടുകൾ പറയുന്നത് എല്ലാ സൈറ്റുകളും അതേപോലെ ബാഡ്ലി ഡാമേജ്ഡ് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. പക്ഷേ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ US ഒഫീഷ്യൽസ് വന്നിട്ട് പറഞ്ഞു ഈ ഒരു ഫോർദോ സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആയോ എന്ന് നമുക്ക് സംശയമാണ്, സിൻസ് ഇറ്റ് ഈസ് ബെറി ഡീപ്പ് അണ്ടർഗ്രൗണ്ട്. സോ എ സബ്മറൈൻ ഓൾസോ ജോയിൻ ദി അറ്റാക്ക് ബൈ ഫയറിംഗ് മിസൈൽസ്. All sites were hit hard, but there is some doubt about whether Fordo was completely destroyed. സോ നമുക്ക് നമ്മുടെ B2 സ്പിരിറ്റ് ബോംബറിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തല്ലോ. സോ അതിനെ പറ്റിയിട്ട് നോക്കാം. ഈ ഒരു B2 സ്പിരിറ്റ് എന്നുള്ളത് US എയർഫോഴ്സിൻ്റെ കയ്യിലുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ബോംബറാണ്. ഓക്കെ, സോ ഈ സ്റ്റെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ മിലിറ്ററി ക്രാഫ്റ്റ് ഇറ്റ് ഈസ് ഡിസൈൻ ടു ബി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് ബൈ റഡാർ ഓർ അതർ സെൻസേഴ്സ്. ഓക്കെ, ഇത് പെട്ടെന്നൊന്നും റഡാറിലോ സെൻസേഴ്സിലോ ഒന്നും പെടില്ല. ഓക്കെ, ഇത് ഈ ഒരു ഇറ്റ് അച്ചീവ്സ് ദിസ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് ഡിസൈൻ ഫീച്ചേഴ്സ്. ഓക്കെ, ആൻഡ് എസെൻഷ്യലി ഇറ്റ് ഈസ് ബിൽഡ് ടു ബി സ്റ്റെൽത്തി, enabling it to penetrate enemy defense and deliver payloads with a lower risk of being detected and targeted. സോ അതാണ് ഈ ഒരു സ്റ്റെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റെൽത്ത് ബോംബറാണ്. ഓക്കെ, ഈ ഒരു B2 സ്പിരിറ്റ് എന്നുള്ളത് ആകെ 21 എണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് പുറത്ത് വരുന്ന കണക്കുകളൊക്കെ. US ആയതുകൊണ്ട് നമുക്കതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല. 19 എണ്ണം എന്തായാലും ഇപ്പോൾ സ്റ്റിൽ ഫ്ലൈയിങ് ആണ്. ഓക്കെ, ദേ ആർ സ്റ്റിൽ ഫ്ലൈയിങ് ടുഡേ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു പോയി എന്നാണ് US പറയുന്നത്. ഇത് ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 ബില്യൺ ചിലവ് വരും, അതായത് 200 കോടി വരും ഒരെണ്ണം ഉണ്ടാക്കാൻ. ആൻഡ് ഇറ്റ് മേക്സ് ഇറ്റ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് എയർക്രാഫ്റ്റ് എവർ. ഓക്കെ, സോ ഇത് ഡ്യുവൽ കേപ്പബിൾ ആണെന്നുള്ള കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. അതായത് ഇതിനെ ന്യൂക്ലിയർ ബോംബും ക്യാരി ചെയ്യാൻ പറ്റും, റെഗുലർ ബോംബും ക്യാരി ചെയ്യാൻ പറ്റും. 2 പൈലറ്റ് ഇതിൽ ഫ്ലൈ ചെയ്യുള്ളൂ, ഓൺലി 2 പൈലറ്റ് ഫ്ലൈറ്റ്. ഇതിന് ഏകദേശം 40,000 പൗണ്ടിനടുത്ത് വെപ്പൺസ് ക്യാരി ചെയ്യാൻ പറ്റും. അതേപോലെ റീഫ്യൂവലിംഗ് ചെയ്യാതെ 6,000 മൈൽസ് ഇതിന് ഫ്ലൈ ചെയ്യാൻ പറ്റും. 50,000 അടി മേലോട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഫ്ലൈസ് ആസ് ഹൈ ആസ് 50,000 ഫീറ്റ്. ഇത് ഡിറ്റക്ട് ചെയ്യാൻ വളരെ ഹാർഡാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഇത് ആ ഒരു സ്റ്റെൽത്ത് ബോംബർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സ്റ്റെൽത്തി ടു റഡാർ, അതേപോലെ ഇറ്റ് ഈസ് സ്റ്റെൽത്തി ടു സൗണ്ട്, ഹീറ്റ്, ഈവൺ ചിലപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ കണ്ണിൽ പോലും ഈ സാധനം പെടില്ല പെട്ടെന്ന്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ഫോർ വെരി ലോങ് ഫ്ലൈറ്റ്സ്. ഓക്കെ, 2001 അഫ്ഗാനിലുണ്ടായ വാറിൽ US ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 44 മണിക്കൂർ ഉള്ളൊരു മിഷന് ഈ ഒരു B2 ബോംബർ US B2 സ്പിരിറ്റ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ആൻഡ് ഇതിനകത്ത് എല്ലാ ബേസിക് ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ബേസിക് കംഫർട്ട് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. മൈക്രോവേവ് ഉണ്ട് ഇതിനകത്ത്, ഫ്രിഡ്ജ്, ടോയ്ലറ്റ്, ഇതൊക്കെ ഉണ്ട് ഈ ഒരു സാധനത്തിനകത്ത് ടു ഹെൽപ്പ് ദി പൈലറ്റ്സ് ഡ്യൂറിങ് ലോങ് ഫ്ലൈറ്റ്. 2024 ഏകദേശം 700 കോടിയോളം US മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എഞ്ചിനും ഇതിൻ്റെ സ്റ്റെൽത്തും കമ്മ്യൂണിക്കേഷനും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2029 കൂടിയിട്ട് ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ പുറത്ത് വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 1 മണിക്കൂർ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ഇതിൻ്റെ മിഷൻ ഇപ്പോൾ 44 മണിക്കൂർ മിഷനൊക്കെ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. വെരി ലോങ് ഫ്ലൈറ്റിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, ആൻഡ് ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്. പക്ഷേ 1 മണിക്കൂർ ഈ സാധനം മേലെക്കൂടെ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴത്ത് വന്നു കഴിഞ്ഞാൽ 100 മണിക്കൂർ മെയിൻ്റനൻസ് വേണം ഇതിന്. ഓക്കെ, ഈ ഹാങ്കാറിലൊക്കെ ഈ സാധനം ടെമ്പറേച്ചർ കൺട്രോൾ ഹാങ്കാഴ്സിലൊക്കെ ഇതിന് ഇടേണ്ടി വരും. 100 മണിക്കൂറോളം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇതിന് ഇടേണ്ടി വരും. ഓക്കെ, സോ അതാണ് ഈ ഒരു B2 എന്നുള്ളത്. സൂപ്പർ എക്സ്പെൻസീവ് ആണ്, സൂപ്പർ സ്റ്റെൽത്തി ബോംബറാണ്, ലോങ് ഡിസ്റ്റൻസ് ഒക്കെ അതിന് ഫ്ലൈ ചെയ്യാൻ പറ്റും, പവർഫുൾ വെപ്പൺസ് ക്യാരി ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ എനിമി റഡാറിനെ ഒക്കെ ഇതിന് വെട്ടിച്ച് പോകാൻ പറ്റും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്, ബട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു മെയിൻറ്റെയിൻ. സോ നമ്മൾ പറഞ്ഞല്ലോ US ഈ ഫോർദോയിലുള്ള ന്യൂക്ലിയർ സൈറ്റിലോ ഇറാനിലുള്ള ന്യൂക്ലിയർ സൈറ്റ് ആയിട്ടുള്ള ഫോർദോയിലൊക്കെയാണ് കയറി അടിച്ചത് നമ്മൾ പറഞ്ഞല്ലോ. ഇത് ഏകദേശം നമുക്കറിയാം ടെഹ്റാനിൽ നിന്ന്
നമ്മളിപ്പോൾ ഈ ന്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരായിരിക്കുമല്ലോ ടെഹ്റാൻ. ടെഹ്റാൻ ഇവരുടെ ക്യാപിറ്റലാണ് ഇറാൻ്റെ. അവിടെ നിന്ന് ഏകദേശം 60 മൈൽസ് ദൂരെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 60 മൈൽസ് ഫ്രം ടെഹ്റാൻ. ആൻഡ് ഇതുള്ളത് ഇറ്റ് ഈസ് നിയർ എ സിറ്റി കോൾഡ് കൂം. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ ഈ ഫോർദോ എന്നുള്ളത് ഇത് അണ്ടർഗ്രൗണ്ട് ഏകദേശം ഒരു 80 to 90 മീറ്റർ അണ്ടർഗ്രൗണ്ടിലാണ് ഈ സാധനം ബെറി ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയർ സൈറ്റ്. ആൻഡ് ഇതിന് എയർ സ്ട്രൈക്സ് ഒക്കെ ഇതിന് എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ബോംബുകളുടെ അറ്റാക്കൊക്കെ ഇവർക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടൊന്നും ഇതിനൊന്നും ആവാൻ പോകുന്നില്ല ഈ ഫോർദോയിലുള്ള ന്യൂക്ലിയർ സൈറ്റ്സിനൊന്നും. ഇറാൻ ഇത് വളരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. 2009 വരെ ഇത് ഭയങ്കര സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇതിനെ പറ്റിയിട്ട് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം അവർ അത് അഡ്മിറ്റ് ചെയ്തു, ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തു. സോ നമ്മുടെ US ഉപയോഗിച്ചത് പറഞ്ഞല്ലോ GBU 57 MOP ആണ്. MOP എന്ന് വെച്ചാൽ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ആണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ബോംബാണ്. ഓക്കെ, ഈ അണ്ടർഗ്രൗണ്ടിലുള്ള വളരെ ഡീപ്പ് അണ്ടർഗ്രൗണ്ടിലുള്ള ബങ്കേഴ്സൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് പിന്നെ ഇത് 30,000 പൗണ്ടിനടുത്താണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. GPS ഗൈഡൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഇത് നമ്മുടെ ഒരു B2 ബോംബർ ഉണ്ടല്ലോ, ആ സാധനത്തിൽ നിന്ന് മാത്രമേ ഇതിന് വിക്ഷേപിക്കാൻ പറ്റുള്ളൂ. സോ US ഏകദേശം 12ഓളം മാസീവ് ഓർഡിനൻസ് പെനട്രേറ്ററാണ് ഇട്ടത്. ഫോർദോ സൈറ്റിൽ മാത്രം ഇട്ടത് അത്രയാണ്. ഓക്കെ, അതിനുശേഷം ബട്ട് ഈവൻ ആഫ്റ്റർ ദാറ്റ് US ഒഫീഷ്യൽ സെറ്റ് ദ സൈറ്റ് മൈറ്റ് നോട്ട് ബി ഫുള്ളി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞു. ജസ്റ്റ് ഡാമേജ് ഇനഫ് സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് നൗ. സോ US ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. റിയൽ കോമ്പാക്റ്റിൽ GBU 57 MOPs യൂസ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. സോ ഫോർദോ എന്നുള്ളത് അത് it is a deep secret nuclear site in Iran, and the US used powerful bunker busting bombs to hit it, but even after 12 bombs it might not be totally destroyed. Okay, badly damaged ആയിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആയെന്നൊന്നും US പറയുന്നില്ല. പിന്നീട് US പറഞ്ഞത് US ഇങ്ങനൊരു ആക്രമണം നടത്തിയത് ഇറാനിലെ ഗവൺമെൻറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, നോട്ട് ടു റിമൂവ് ഇറാൻസ് ഗവൺമെൻറ്, ആ ഒരു റിജീം ചേഞ്ചിന് വേണ്ടിയിട്ടല്ല, അതായിരുന്നില്ല ഞങ്ങളുടെ ഗോൾ എന്നാണ് US പറഞ്ഞത്. ഇതിൻ്റെ റിയൽ പർപ്പസ് എന്നുള്ളത് ഇറാൻ്റെ ആ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം തരുന്ന ഒരു ത്രെട്ടിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് നോട്ട് ക്ലിയർ ഇഫ് ഇറാൻസ് എബിലിറ്റി ടു മേക്ക് ന്യൂക്ലിയർ ഫ്യൂവൽ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂവൽ അത് ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇറാൻ്റെ എബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആൻഡ് ആർക്കും അറിയില്ല ഇറാൻ്റെ ഈ ഒരു ന്യൂക്ലിയർ മെറ്റീരിയൽ, ഈ ഒരു എൻറിച്ച്ഡ് യുറേനിയം, അതാണല്ലോ സാധനം. സോ നോ വൺ നോസ് വേർ ഇറാൻസ് എൻറിച്ച്ഡ് യുറേനിയം ഈസ് നൗ. സോ US-ൻ്റെ ഈ ഒരു അറ്റാക്ക് നടന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ജൂൺ 13 ആണെന്ന് തോന്നുന്നു അല്ലേ. സോ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ വിച്ച് വാസ് സ്റ്റാർട്ടഡ് ഓൺ June 13. അതിനുശേഷമാണ് US ഈ ഒരു അറ്റാക്ക് ഇതിൽ ഇൻവോൾവ് ആയത് when Israel bombed Iran nuclear and military sites. So US joined the Iran-Israel fight to stop Iran's nuclear threat. ഓക്കെ, അതേപോലെ ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരിക്കലും ഇറാനിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടല്ല. ബട്ട് ദർ ഇസ് സ്റ്റിൽ അൺസർട്ടനിറ്റി അബൌട്ട് ഹൗ മച്ച് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇറാൻ ഹാസ് ലെഫ്റ്റ്. സോ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഇവർ B2 ബോംബറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. സോ അതൊന്നും പോരാണ്ട് ഇപ്പോൾ B-21 റൈഡർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റൈഡർ, B-21 റൈഡർ, അതൊരു പുതിയൊരു സ്റ്റെൽത്ത് ബോംബാണ്. ഓക്കെ, and it is being built by the US to replace or support the B2. സോ ഇതും ഡ്യുവൽ കേപ്പബിൾ ആണ്. ഇതിനും ന്യൂക്ലിയർ അതേപോലെ റെഗുലർ ബോംബ്സ് ക്യാരി ചെയ്യാൻ പറ്റും ലൈക്ക് ദ B2. പക്ഷേ ഈ ഒരു B2വിനേക്കാളും ഇത് കുറച്ചും കൂടി സ്മോളറാണ്. ഓക്കെ, ഇതിനൊരു യുണീക്ക് ഷേപ്പാണുള്ളത്. നിങ്ങളത് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ലൈക്ക് എ ബീക്ക് ലൈക്ക് ഫ്രണ്ട് ആൻഡ് ഇത് ഓപ്പൺ സിസ്റ്റം ഡിസൈനാണ്. ഓക്കെ, ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സിസ്റ്റം ഡിസൈനിന് വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഇത് ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ടെക്നോളജിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിലുള്ളത് ഓൾറെഡി ഇവർ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഇവർ കൊടുക്കുന്നത് ബെറ്റർ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അലോയിങ് ഇറ്റ് ടു വർക്ക് വെൽ വിത്ത് ന്യൂ ടെക്നോളജീസ്. ഇത് US എയർഫോഴ്സിന് വേണ്ടിയിട്ട് അടുത്തന്നെ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു സ്റ്റാർട്ട് ഫ്ലൈയിങ് ഫോർ ദി US എയർഫോഴ്സ് ഇൻ എ ഫ്യൂ ഇയേഴ്സ്.
ആൻഡ് യു എസ് പ്ലാൻ ചെയ്യുന്നത് ഏകദേശം 100ഓളം B-21s വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിന് ഒരെണ്ണത്തിന് ഏകദേശം 550 മില്യൻ്റെ അടുത്താണ് ചിലവ് വരുന്നത്. അങ്ങനത്തെ 100 എണ്ണം വാങ്ങിക്കാനാണ് യു എസ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു B-21 എന്നുള്ളത് ഇറ്റ് ഈസ് ദി US ന്യൂ മോർ അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ബോംബറാണ്. ഓക്കെ, ബോംബറാണ്, സ്റ്റെൽത്ത് ബോംബറാണ്. ഓക്കെ, അത് സ്മോളാണ്, സ്മാർട്ടാണ്, അതേപോലെ ചീപ്പാണ്. B-2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ചീപ്പാണ്. ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് സർവീസ് സൂൺ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ വേറെ കുറച്ച് ന്യൂസായിട്ട് വരാം. ബൈ, ഹാവ് എ നൈസ് ഡേ.